ജർമ്മനിയിൽ ഫ്രീ എഡ്യൂക്കേഷൻ നിർത്തലാക്കുകയാണോ? ഇനി ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലും ഫീസ് വരുമോ? ഇതൊക്കെയാണ് ഒത്തിരി സ്റ്റുഡൻസിൻ്റെയും ഡൗട്ട്സ് ആയിട്ട് ഇപ്പോൾ വരുന്നത്. എന്താണ് ഈ ഫ്രീ എഡ്യൂക്കേഷൻ? എന്താണ് ജർമ്മനിയിൽ ഇത്രയധികം പ്രത്യേകത? ജർമ്മനി സ്റ്റുഡൻസിന് ഒത്തിരി ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. എഡ്യൂക്കേഷൻ അവിടെ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറയുന്നുണ്ട്, അവരുടെ റൈറ്റാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് അവിടെ ഡിപ്ലോമ, ഓസ്ബിൽഡിംഗ് പ്രോഗ്രാമിനാണെങ്കിലും ബാച്ചിലർ പ്രോഗ്രാമിനാണെങ്കിലും മാസ്റ്റർ പ്രോഗ്രാംസിനും ഫീസ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പേ ചെയ്യേണ്ടി വരുന്നില്ല. ഓസ്ബിൽഡിംഗ് പ്രോഗ്രാമിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്തേക്കാം. ഈ വീഡിയോയിൽ പർട്ടിക്കുലർലി ഡീൽ ചെയ്യുന്നത് മാസ്റ്റർ പ്രോഗ്രാംസിനെ പറ്റിയാണ്. ജർമ്മനിയിൽ മാസ്റ്റർ പ്രോഗ്രാം പഠിക്കാനായിട്ട് അവിടെയുള്ള യൂണിവേഴ്സിറ്റി, പബ്ലിക് യൂണിവേഴ്സിറ്റിയുമുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും അവൈലബിൾ ആണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി യൂഷ്വലി ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സൊക്കെയും നടത്തുന്ന ഒരു കോളേജസാണ്. അവിടെ ഫീസ് പേ ചെയ്യാനുണ്ട്. നേരെ മറിച്ച് പബ്ലിക് യൂണിവേഴ്സിറ്റി അത് സ്റ്റേറ്റൊക്കെയാണ് നടത്തുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ പ്രത്യേകിച്ച് ഫീസായിട്ട് പേയ്മെൻറ്റ് വരുന്നില്ല. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ജർമ്മൻ ടോട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ പഠിപ്പിക്കുന്ന ലാംഗ്വേജ് ജർമ്മൻ ആയിരിക്കും. അതുകൂടാതെ അവർക്കുള്ളത് ഇംഗ്ലീഷ് ടോട്ട് ആയിട്ടുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ മീഡിയം ഓഫ് ടീച്ചിങ് വരുന്നത് ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റുഡൻസും ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ഈ ഒരു ഇംഗ്ലീഷ് ടോട്ട് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഇംഗ്ലീഷ് ടോട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെയാണ് അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ് വരുന്നത്? ഇംഗ്ലീഷ് ടോട്ട് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ മെയിൻ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് IELTS ആണ്. IELTS 6.5 അല്ലെങ്കിൽ അതിൽ കൂടുതലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ അവിടെ എടുക്കാം. അതോടുകൂടെ തന്നെ വേണ്ട ഒരു സർട്ടിഫിക്കറ്റാണ് APS സർട്ടിഫിക്കറ്റ്. ബാച്ചിലർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെയും നിങ്ങൾ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ യൂണിവേഴ്സിറ്റി ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെയും തന്നെ വെരിഫൈ ചെയ്യും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കോളേജൊക്കെ പ്രോപ്പറാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് മാസ്റ്റേഴ്സിലേക്കുള്ള ഒരു അഡ്മിഷൻ കിട്ടുക. ഇനി മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടാനായിട്ട് ബാച്ചിലേഴ്സിൽ എത്ര പെർസെൻറ്റേജ് വേണം? പെർസെൻറ്റേജ് പല കോഴ്സിനും വ്യത്യസ്തമാകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ BTech സിവിൽ, മെക്കാനിക്കൽ അല്ലെങ്കിൽ BA ഇംഗ്ലീഷ് പോലെയുള്ള ചില കോഴ്സുകൾക്ക് 55% നിങ്ങൾക്ക് ബാച്ചിലേഴ്സിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ മാസ്റ്റേഴ്സിന് നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്തെന്ന് വരും. ചില കോഴ്സസിനാണെങ്കിൽ 70-75% വരെ ചോദിക്കുന്നതുമുണ്ട്. അപ്പോഴത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ അക്കാഡമിക് റിക്വയർമെൻറ്റ്. ജർമ്മൻ ടോട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ അവിടെ ഹയർ ലെവൽ ഓഫ് ജർമ്മൻ തന്നെ ആവശ്യമായിട്ടുണ്ട്. ജർമ്മൻ ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ലെവൽ A1 അല്ലെങ്കിൽ A2 ആണ്. അത് കഴിഞ്ഞാണ് B1 ആൻഡ് B2. അതിൻ്റെ മേലേക്കാണ് C1 ആൻഡ് C2. ഇംഗ്ലീഷ് ടോട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ പോലും അവിടെ ബേസിക്കായിട്ട് നിങ്ങൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു A2 ലെവൽ ഓഫ് ജർമ്മൻ മതിയാകും. പക്ഷേ ജർമ്മൻ ടോട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ചില യൂണിവേഴ്സിറ്റിയിൽ B2ഉം C1ഉം C2ഉം ഒക്കെയാണ് അവരുടെ ഡിമാൻഡ് വരുന്നത്. ഇനി പർട്ടിക്കുലർലി ഫീസ് എടുത്തു കഴിഞ്ഞാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഫീസ് പേ ചെയ്യേണ്ടി വരും. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് പർട്ടിക്കുലർലി പേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരു സെമസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലയിൽ ചെറിയ തുക മാത്രമാണ് പേയ്മെൻറ്റ് വരുന്നത്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇൻ മ്യൂണിക് ഒത്തിരി ഇന്ത്യൻസിൻ്റെ സ്വപ്നം ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഈ യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോഴവർ ഫീസ് ചാർജ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഏകദേശം €6,000 പെർ സെമസ്റ്ററാണ് ചാർജ് വരുന്നത്. ബവേരിയയിലുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസും ഇതുപോലെ തന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഫീസ് ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലരും സംശയത്തോടെ കാണുന്നത് ഇനി പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് വരുമോ എന്നത്. ഇപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇൻ മ്യൂണിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഫീസ് പോലും അവർ ഒരു എക്സ്പെരിമെൻ്റ് അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അവരൊരു കമ്പാരിസൺ ആണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഫീസ് ആക്റ്റീവായി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, അങ്ങോട്ട് വരുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് കുറയുമോ എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ലക്ഷ്യം. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു കമ്പാരിസൺ റിസൾട്ടൊക്കെ കഴിഞ്ഞായിരിക്കും ഇത് കൂടുതൽ ആക്റ്റീവാക്കുന്നത്. ജർമ്മനിയിൽ 400ഓളം പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതിൽ കുറച്ച് യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് ഇപ്പോൾ ഫീസ് ആക്റ്റീവായിട്ടിരിക്കുന്നത്.
ഇപ്പോഴും ഒത്തിരി യൂണിവേഴ്സിറ്റിയിലും ഫ്രീ ആയിട്ട് പഠിക്കാം എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചില പ്രോഗ്രാംസിനാണെങ്കിലും ഫീസ് പേയ്മെൻറ്റ് വരുന്നുണ്ട്. MBA പോലെയുള്ള പ്രോഗ്രാംസിന് ചില പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഫീസ് പേ ചെയ്യേണ്ടി വരുന്നുണ്ട്. അഡ്മിഷൻസിൻ്റെ നമ്പർ ജർമ്മനിയിൽ ഇപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഒത്തിരി കൂടുതലാണ്. നിങ്ങൾക്കും ഈ ഒരു ആപ്ലിക്കേഷൻസൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയുടെ താഴെ തന്നെ ഒരു ഗൂഗിൾ ഫോം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കൗൺസിലേഴ്സ് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കൗൺസിലിംഗ് തരുന്നതായിരിക്കും. ഇതിൽ കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. You dream it, we make it. MedCity Study Abroad.